അപ്പോൾ സാത്താനാണ് ഇതിൻ്റെ നേതാവെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആരംഭത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സാത്താനെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പഠനം അസാധ്യമാണ്. അങ്ങനെ ഈ സാത്താനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പഠനം അസാധ്യമായിരിക്കുന്നത് കൊണ്ട് ആ സാത്താൻ എന്ന പേരിനോട് ബന്ധപ്പെട്ട വിശേഷണങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഞാൻ കരുതിയത് സാത്താൻ്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണമെന്ന്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അത് നമ്മുടെ പഠനത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിൽ അത് എത്തില്ല. അതുകൊണ്ട് മറ്റൊരു തലത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിങ്ങനെയാണ്: സാത്താൻ എന്ന പേര്, സാത്താൻ്റെ പേരുകളും ആ നാമങ്ങളുടെ വിശേഷണങ്ങളും ഇതാണ് പ്രാഥമികമായി പങ്കുവയ്ക്കുന്നത്. ഇതിന് ശേഷമാണ് ഈ സാത്താൻ എങ്ങനെയാണ് സാത്താൻ ആയത്, അവൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങൾ അടുത്ത ഘട്ടമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇന്ന് സാത്താൻ്റെ പേര് വളരെ പ്രചാരമാർന്ന ഒരു പേരുണ്ട് സാത്താൻ. അത് ഈ അടുത്തിടെ ഒരു സിനിമയൊക്കെ വന്നിരുന്നു. ലൂസിഫർ എന്നാണ് ഈ പേര്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ എല്ലാവരുടെയും അറിവിലേക്ക് അതൊന്ന് വായിക്കാം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പം ഇവിടെ മലയാളത്തിൽ ലൂസിഫർ എന്നുള്ളൊരു പ്രയോഗം നമ്മൾ കാണുന്നില്ല. അരുണോദയപുത്രനായ ശുക്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ലൂസിഫർ എങ്ങനെയാണ് ഒരു പേരായിട്ട് മാറിയത്? അതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. വളരെ ഗൗരവമായി നിങ്ങളിത് മനസ്സിലാക്കണം. എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതിയിരിക്കുന്നത്. ഈ പഴയ നിയമത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന ആ പ്രയോഗം ഹെലേൽ, HELEL, ഹെലേൽ എന്നൊരു പദമാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പ്രകാശമുള്ള ഒന്ന്, പ്രഭാത നക്ഷത്രം. അതാണ് ഇവിടെ അരുണോദയപുത്രനായ ശുക്ര. ഈ ശുക്ര എന്നുള്ളതായിരിക്കാം മലയാളത്തിൽ ശുക്ര എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അരുണോദയപുത്രൻ, പ്രഭാത നക്ഷത്രം എന്ന് പറയുന്നത്. അതിനെയാണ് ലൂസിഫർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോ, എബ്രായ ഭാഷയിലും ലൂസിഫർ എന്ന പദം ഇല്ല. ഹെല്ലേൽ എന്ന പദമാണ്. ഇനി നമ്മൾ അറിയേണ്ട എത്രയോ പ്രശസ്തമാണിത്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ സാത്താനാണ്, സാത്താൻ്റെ പേരാണ്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് വളരെ ലഘുവായി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ഹെലേൽ എന്ന പദം എങ്ങനെയാണ് ലൂസിഫറായി മാറിയത്? എൻ്റെ ചരിത്രം എങ്ങനെയാണ്? ഇത് ലാറ്റിൻ ഭാഷയിലേക്ക് പഴയ നിയമ പരിഭാഷ വന്ന സമയത്ത് അവിടെ എ ഷൈനിങ് വൺ എന്നതിന് ലാറ്റിൻ ഭാഷയിലുള്ള വാക്ക് ലൂസിഫർ എന്നാണ്. ലൂസിഫർ ഇംഗ്ലീഷ് വാക്കല്ല, ലത്തീൻ വാക്കാണ്, ലാറ്റിൻ ഭാഷയിലാണ്. അതിൻ്റെ അർത്ഥം ലൈറ്റ് ബെയറിംഗ് വൺ, അതായത് പ്രകാശം വഹിക്കുന്നവൻ എന്നർത്ഥമാണ്. അപ്പോൾ ഹെലേലിൻ്റെ അർത്ഥം എന്താണ്? എ ഷൈനിങ് വൺ, പ്രകാശമുള്ളത്. ആ പ്രകാശമുള്ളതിൻ്റെ കൃത്യമായ ട്രാൻസ്ലേഷൻ എങ്ങോട്ടേക്ക് വന്നു? ലാറ്റിൻ ഭാഷയിലേക്ക് വന്നു. ലാറ്റിൻ ഭാഷയിൽ വരുമ്പോൾ അതിന് വരുന്നത് ലൂസിഫർ എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു പേരായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ സഭാപിതാക്കന്മാരായ തെർത്തുല്യൻ, ഒറിഗൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ മുമ്പോട്ടുള്ള അവരുടെ പ്രയോഗങ്ങളിലെല്ലാം തന്നെ ഈ ലാറ്റിൻ ഭാഷയിലെ ലൂസിഫർ
ഒരു പേരായി അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു പേരായിട്ട് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ നിങ്ങൾക്കറിയാം, ഷൈനിങ് വൺ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. പിന്നീട് ചില പരിഭാഷകളിൽ, പ്രത്യേകിച്ച് KJV, NKJV ഉള്ള ഇംഗ്ലീഷ് പരിഭാഷകളിൽ, ചുരുക്കം ചില പരിഭാഷകളിലൊക്കെ തന്നെ അത് നേരിട്ട് ലൂസിഫർ എന്ന് തന്നെ എഴുതാൻ തുടങ്ങി. പിന്നെ അത് ഇംഗ്ലീഷ് ഭാഷയിൽ സാത്താൻ്റെ പേരായി തന്നെ ലൂസിഫർ മാറുകയാണ് ചെയ്തത്. എന്നാൽ ശരിയാമണ്ണമുള്ള ബിബ്ലിക്കൽ ഇതിൽ വിവരണത്തിൽ ഹെലേൽ എന്നാണ്, അതിങ്ങനെയാണ് ലൂസിഫറായി മാറിയത്. ഇനിയിപ്പോൾ നമുക്ക് സാത്താൻ്റെ പേരതാണ് എന്ന് സമൂഹത്തെ പറഞ്ഞെന്നും അല്ല എന്ന് പറഞ്ഞ് തിരുത്താനൊന്നും ഒരുപക്ഷെ നമുക്കായെന്ന് വരില്ല. ഇനി ഏതായിരുന്നാലും പ്രഭാത നക്ഷത്രം എന്ന് പറയുന്നതിനെ ലൂസിഫർ എന്ന് വിളിക്കുന്നത് കൊണ്ട് തെറ്റില്ല. എങ്കിലും ബൈബിൾ ലൂസിഫർ എന്നൊരു പേരാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് ഞാൻ വ്യക്തിപരമായി അതിനെ അങ്ങനെ കാണുന്നില്ല എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും പറയുന്നത് സാത്താനെക്കുറിച്ചാണ്, അത് യാതൊരുവിധ തർക്കവുമില്ല, യാതൊരു തർക്കവുമില്ല. അപ്പം ലൂസിഫർ എന്ന പേര് കണ്ടു. ഈ പേരിൻ്റെ അർത്ഥം എന്താണ്? വെളിച്ചം വഹിക്കുന്നവൻ, വെളിച്ചമുള്ളവൻ എന്നർത്ഥത്തിലാണ്. രണ്ടാമത്തെ പേര് സാത്താൻ എന്നുള്ളതാണ്. സാത്താൻ എന്ന വാക്ക് എബ്രായ ഭാഷയിൽ സാത്താൻ എന്ന് തന്നെയാണ്, പക്ഷെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സാറ്റാൻ എന്നാണ്. എനിക്ക് ഹീബ്രു പഠിക്കാത്തതുകൊണ്ട് ഹീബ്രുവിൻ്റെ കറക്റ്റ് ഉച്ചാരണം എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ എഴുതുന്നത് SAWTAW എന്നാണ്. സാറ്റാൻ എന്ന് വേണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളൊക്കെ കയറി കഴിഞ്ഞാൽ ബൈബിൾ ഹബ്ബ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിപ്പം എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടാണ് പ്രൊനൗൺസിയേഷൻ കിട്ടും. എനിക്കിപ്പോൾ നിങ്ങളെ ലാംഗ്വേജ് പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ഈ വചനം എന്ത് പറയുന്നു എന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ സാത്വാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാറ്റാൻ എന്ന എബ്രായ വാക്ക് 25 പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 25 പ്രാവശ്യം. അതിൽ 16 പ്രാവശ്യം പിശാചിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കിൻ്റെ അർത്ഥം എതിരാളി എന്നാണ്. ശ്രദ്ധിച്ച് കേട്ടോ. ഈ വാക്ക് സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എതിരാളി എന്നാണ്. പക്ഷെ നമ്മുടെ എല്ലാം ധാരണ എന്താണെന്ന് പറയാം, ഇത് പിശാചിന് കൃത്യമായി കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് എന്നൊരു ധാരണയാണ്. പേരല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം വിളിക്കുന്നതാണല്ലോ പേരെന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഈ പേരാണെങ്കിൽ ഇത് പിശാചിനല്ലാതെ അല്ലെങ്കിൽ സാത്താൻ അല്ലാതെ അല്ലെങ്കിൽ ലൂസിഫർ എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തിക്കല്ലാതെ ബൈബിളിൽ പല ആളുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിനും പല സാത്താനുണ്ടോ? ഉണ്ട്, പല സാത്താനല്ല. ഈ പേര് സാത്താൻ എന്ന് തന്നെ, പേരല്ല, ഈ വാക്ക് എതിരാളി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാത്താൻ എന്ന പ്രയോഗം ഇയ്യോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ തന്നെ 14 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എബ്രായ ഭാഷയിൽ. അതേ ആ ഒരു 2 അധ്യായത്തിലായിട്ട് ആകപ്പാടെ അത് 16 തവണയാണ് പിശാചിനെ കേന്ദ്രീകരിച്ച് പറയുന്നത്. ആ 16 തവണ പറയുന്നതിൽ 14 തവണയും ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ്. മറ്റേത് സക്കരിയ പ്രവചനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അല്ലാത്ത അർത്ഥത്തിൽ, അതായത് സാത്താനെ കുറിക്കാൻ അല്ലാത്ത അർത്ഥത്തിൽ, പിശാചിനെ കുറിക്കാൻ അല്ലാത്ത അർത്ഥത്തിൽ, അല്ലെങ്കിൽ ലൂസിഫറിനെ ഞാൻ അങ്ങനെ പറയാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറിക്കാൻ സാത്താൻ ഉപയോഗിക്കാതെ മറ്റ് ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരാം. സംഖ്യാപുസ്തകം 22-ന്റെ 22-ാം വാക്യം. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച് യഹോവയുടെ ദൂതൻ വഴിയിൽ നിന്ന് അവന് പ്രതിയോഗിയായി നിന്നു. വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. ഇത് ബിലിയാമിൻ്റെയൊക്കെ ഒരു കഥയാണ്. അതൊന്നും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നമ്മുടെ വാക്കിൻ്റെ പ്രയോഗമാണ് ഇവിടുത്തെ വിഷയം. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. ഇവിടെ പ്രതിയോഗി എന്ന വാക്കില്ലേ, അത് ഹീബ്രു ഭാഷയിൽ
ഇങ്ങനെയാണ്. ഞാനത് മലയാളം വായിച്ചിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാകാൻ വേണ്ടി എന്നെ ഹീബ്രു ചേർത്ത് വായിക്കാം. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് സാത്താനായി നിന്നു. ഉൾക്കൊള്ളാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് ബൈബിൾ ഹബ്ബ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഇങ്ങനെ ഓരോ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന കൃത്യമായിട്ട് അവർ വെച്ചുകൊണ്ട് വരും. വളരെ ബെസ്റ്റായിട്ടുള്ളൊരു സ്റ്റഡി മെറ്റീരിയലാണ്. നമുക്കതൊരു ആപ്പുണ്ട്. ആപ്പ് വേണം നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ എന്തിനാ ഇത് പറയുന്നറിയാമോ? നിങ്ങളും ഇത് പരിശോധിക്കണം. അല്ലാതെ ഞാൻ എവിടുന്നെങ്കിലും ഒന്ന് കുറേ ഡേറ്റ പറഞ്ഞിട്ട് പോകുന്ന പോലെ ആകരുത്. എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തി മാത്രമായിരുന്നു. അതൊരു വ്യക്തിയാണ്, തർക്കമില്ല. ഇവിടെ യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി. സാത്താനാന്ന് ആ സാത്താൻ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പ്രതിയോഗി. അതുപോലെ തന്നെ 32-ാം വാക്യം കണ്ടോ? യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതി അടിച്ചതെന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. ദൂതൻ പറയുക, യഹോവയുടെ ദൂതൻ. അവിടെ എന്നാ പറഞ്ഞിരിക്കുക? യഹോവയുടെ ദൂതൻ പറയുന്നതാണ്, ഇതാ ഞാൻ നിനക്ക് സാത്താനായി പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്തിനാ ഇത് പരിശ്രമിക്കുന്നതെന്നറിയാമോ? സാത്താൻ എന്നത് ഒരു പേരായിട്ട് ഉപയോഗിക്കുന്നെങ്കിലും അതിൻ്റെ വിശേഷണം നമുക്ക് പ്രതിയോഗിയായി നിൽക്കുന്നവൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടണം. ഇതാണ് അതിൻ്റെ അകത്തെ അർത്ഥം. പേരുകൾ വിളിച്ച് അതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. ഇപ്പം ചില ആളുകളെ നമ്മൾ പേരൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ അതിപ്പം എൻ്റെ പേര് പ്രിൻസ് എന്നാണ്, രാജകുമാരൻ അർത്ഥം. അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുക, താൻ എവിടുത്തെ രാജകുമാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകില്ലേ? പക്ഷെ നമ്മൾ അതൊന്നും നോക്കിയല്ലോ പേരിടുന്നത്. നമുക്ക് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ പേരിടാൻ പറ്റും, നമ്മൾ നല്ലൊരു പേര് സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞോളൂ, ഇതിൻ്റെ അർത്ഥമാണ് ഈ പറയുന്നത്, പ്രതിയോഗി. അപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആണ്, അതിൽ തർക്കമില്ല. ആ വ്യക്തിക്കപ്പുറം നമുക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന ഒരുവൻ എന്ന അർത്ഥത്തിൽ ഇത് കാണണം. ഇനി വളരെ രസകരമായ മറ്റൊരു വേദഭാഗമുണ്ട്. 1 ശമൂവേൽ 29:4 1 ശമൂവേൽ 29:4 വാക്യം. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു, നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുവാൻ അവനെ മടക്കി അയക്കുക. അവൻ നമ്മോട് കൂടെ യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. എന്താ സംഭവം എന്നറിയാമോ? ഈ ഫെലിസ്ത്യർ, ഈ ദാവീദ് ഇങ്ങനെ പല സ്ഥലത്തും പോയി മാറി താമസിച്ചൊരു സംഭവം ചരിത്ര പശ്ചാത്തലമാണ്. അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ സേനകൾക്കെതിരെ ദാവീദ് പോയി പാർത്ത സ്ഥലത്തിലെ ആളുകൾ ഫെലിസ്ത്യർ യുദ്ധത്തിന് വരികയാണ്. യുദ്ധത്തിന് വന്ന സമയത്ത് ആ കൂടെ ഈ ഫെലിസ്ത്യരുടെ ആളുകളോട് കൂടെ, പ്രഭുക്കന്മാരോട് കൂടെ ദാവീദും ഇങ്ങനെ നിൽക്കുക. അവിടെ അത് കണ്ടു. 2-ാം വാക്യത്തിലുണ്ട്, എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും പിൻപടയിൽ ആഗീഷിനോട് കൂടെ നിന്നു. അപ്പോൾ അന്നേരമാണ് കൂടെയുള്ള ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറയുകയാണ്. അതിൻ്റെ 3-ാം വാക്യം ഉണ്ടോ, ഇവൻ ഇസ്രായേൽ രാജാവായ ശൗലിൻ്റെ ഭൃത്യനായിരുന്ന ദാവീദല്ലയോ? ഇത്ര നാളായി, ഇത്ര സംവത്സരമായി അവൻ എന്നോടുകൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ചത് മുതൽ ഇന്ന് വരെ ഞാൻ അവനൊരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല, സംഗതി ശൗലിൻ്റെ ആളായിരുന്നു, ഇപ്പം എൻ്റെ കൂടെയാണ് വർഷങ്ങളായിട്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇത് കേട്ടോ, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു, നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളാം. അപ്പം അവനെ എവിടെയാണോ നീ കൊണ്ട് ആകീഷിനോട് പറയണേ, എവിടെയാണോ ആക്കി വെച്ചിട്ട് അങ്ങോട്ടേക്ക് വിട്, അവൻ നമ്മോട് കൂടെ യുദ്ധത്തിന് വരരുത്. യുദ്ധത്തിൽ അവനെന്ന് പറഞ്ഞാൽ ദാവീദ്, ഞാൻ ദാവീദ് എന്ന് ചേർത്ത് വായിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. ഇവിടെ ദ്രോഹി എന്ന പദവില്ല, എബ്രായ ഭാഷയിൽ സാത്താൻ ഉപയോഗിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം എങ്ങനെ വായിക്കും? യുദ്ധത്തിൽ ദാവീദ് നമുക്ക് സാത്താനായി തീർന്നേക്കാം. ഇതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ നോക്കണം കേട്ടോ, അതിനൊക്കെ നോക്കാൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അതൊക്കെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ദ്രോഹിയായിരിക്കുന്നവൻ, എതിർക്കുന്നവൻ, തടുത്തു കളയുന്നവൻ, ഇങ്ങനെയെല്ലാമുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മളിതൊന്നും ഇത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കാറില്ല. പകരം നമ്മുടെ പൊതുധാരണകളിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൂസിഫർന്ന് കണ്ടു, അതെന്താണെന്ന് മനസ്സിലാക്കി, അത് പ്രകാശമുള്ളതാണ്, അത് നമുക്ക് വേണ്ടി വരും, അത് ഇവിടുന്ന് ആരംഭിച്ചു എന്നൊക്കെ പറയുന്ന നേരത്തിൽ നമുക്ക് പ്രയോജനമാണ്.
സാത്താൻ എന്നുള്ളത് എതിരാളിയാണ്, ദ്രോഹിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തത് പിശാച് എന്നതാണ്. ശ്രദ്ധേയമായൊരു കാര്യം, പിശാച് എന്ന പദപ്രയോഗം പഴയ നിയമത്തിൽ ഇല്ല. ഡെവിൾ എന്നാണ് ഇംഗ്ലീഷിൽ. പക്ഷേ ഇതിന് തുല്യമായ ഒരു എബ്രായ പദമില്ല. പിശാച് എന്ന് നമ്മൾ ചില ആളുകൾ പിശാശ് എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റാണ് കേട്ടോ. പിശാശ് എന്നുള്ളത് തെറ്റാണ്. പിശാച് എന്ന് തന്നെയാണ്. അപ്പം പഴയ നിയമത്തിൽ പിശാച് എന്ന പ്രയോഗമില്ല. പുതിയ നിയമത്തിൽ 38 പ്രാവശ്യം ഒരു വ്യക്തിയെ മാത്രം കുറിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡയബലോസ് എന്ന വാക്കാണ്. ഡയബലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കുറ്റാരോപകൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പിശാച് ഇത് പഴയ നിയമത്തിലില്ല, പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാൽ ഈ വ്യക്തിയെ എവിടെയാണ് കൊണ്ട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെളിപ്പാട് 12:9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും, അതാണ് ഡയബലോസ്, പിശാചും, ഡബിൾ എന്ന് ഇംഗ്ലീഷിൽ, സാത്താൻ എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളയും. ഇവിടെ 3 പ്രയോഗങ്ങളാണ്. പിശാചുണ്ട്, സാത്താനുണ്ട്, മഹാസർപ്പമുണ്ട്. ഒന്നും കൂടെ ഞാൻ വായിക്കാം. പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അപ്പോൾ പിശാച് ഒരാൾ തന്നെയാണ്, സാത്താൻ ഒരാൾ തന്നെയാണ്, മഹാസർപ്പമായ പഴയ പാമ്പ്. പഴയ പാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി കാണും? ഏതും തോട്ടത്തിൽ വെളിപ്പെട്ട പാമ്പാണ് പഴയ നിയമം. പക്ഷേ പഴയ നിയമ പാമ്പാണ് ഇവിടെ കാണുന്നത്. പഴയത് വെളിപ്പെട്ട ആ പാമ്പാണ് ഇവിടെ കാണുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ ഒരിടത്ത് പോലും ആ പാമ്പ് സാത്താനാണെന്നോ ആ പാമ്പ് പിശാചാണെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. പുതിയ നിയമത്തിലാണ് നമുക്കത് വെളിപ്പെട്ട് അല്ലെങ്കിൽ നമുക്കത് രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, സാത്താനും പിശാചും മഹാസർപ്പമായ പഴയ പാമ്പും ഒന്ന് തന്നെ, ഒരു വ്യക്തിയെ കുറിക്കുന്നതാണ്. ഇനി ഇവിടെ പാമ്പ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ഡയബലോസ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിശാച് എന്ന് പറഞ്ഞ ഡയബലോസാണ്. സാത്താൻ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ സാത്താനസ് ആണ്. സാത്താനസ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി എന്ത്? പിശാചും സാത്താനും ഒന്ന് തന്നെയാണ്. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. മർക്കോസ് 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. അതിൻ്റെ 14 മുതൽ ഞാൻ വായിക്കാം. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടണം. ഇവിടെ ഞാനൊരു സന്ദേശവും കൂടെ അതിനോട് ചേർത്ത് പറയുന്നു. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നതാണ് വിത്ത് വിതയ്ക്കാനായിട്ട് പോകുന്ന ഉപമയാണ്. വചനമാണ് വിതയ്ക്കുന്നത്. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത്. വചനം ഇങ്ങനെ വിതച്ചു പോകുമ്പോൾ അല്ലെ വിത്തിങ്ങനെ വിതച്ചു പോകുമ്പോൾ വഴിയരികെ വീഴുന്നുണ്ട്. ആ വഴിയരികെ വീഴുന്നത് എന്താണ്? കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. ആരാണ്? സാത്താൻ. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോസ് ചെയ്യുമോ? അല്ലെങ്കിൽ നമ്മുടെ ചിന്തയൊന്ന് നിർത്തിക്കേ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. നമ്മൾ വചനം ഒരാളോട് പറയുന്നു, ആ വചനം ഒരാളിൽ കേൾക്കുന്നു. ഹൃദയങ്ങളിൽ ആണിത് വിതയ്ക്കപ്പെട്ടത് അല്ലേ? വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്ത് കളയുന്നു. എടുത്തു കളയുക എന്നുള്ളൊരു പ്രക്രിയ, ഇറ്റ്സ് എ പ്രോസസ് അല്ല. നമ്മൾ ആരോടെങ്കിലൊക്കെ സുവിശേഷം പറഞ്ഞിട്ട്
അവരത് അംഗീകരിക്കാതെ വരുമ്പോൾ ഞാനോ നിങ്ങളോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പിശാച് അതെടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത്? നമ്മൾ പറയും അവൻ്റെ അഹങ്കാരമാണ്, അവൻ ആ ചിന്തയാണ് ഈ ചിന്ത, അതൊക്കെ ഉണ്ട്, അത് വേറെ പറയുന്നു. പക്ഷേ ഇങ്ങനെയൊരു പ്രക്രിയ പിശാച് നടത്തുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എന്നാ പറയുക, സാത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ നടത്തുന്നുണ്ട് എന്നത് നിങ്ങൾ മറന്നു പോകരുത്. എങ്ങനെയാണെന്ന് അതിൻ്റെ എത്ര വിശദാംശങ്ങൾ പറയാൻ പറ്റുമെന്നത് എനിക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ പോലും ഇതിനെ പ്രതിരോധിക്കാൻ നമുക്കാവുമെന്നത് യേശുവിലുള്ള നമ്മുടെ ഉറപ്പാണ്. ആ പഠനത്തിൽ അവിടെയാണ് യുദ്ധം വരുന്നത്, ഞാൻ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചോളൂ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോലും ദൈവവചനം എടുത്തു കളയാൻ സാത്താന് കഴിയും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് വെളിപ്പെടുത്തി തരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കാം. ഇനി അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു വാക്കുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നത് എന്താണ്? വഴികേയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയും. ശ്രദ്ധിച്ചോളൂ, ഇവിടെ പറയുന്നത് എന്നാണ്? പിശാച് വന്ന് എടുത്തു കളയുന്നു എന്നാണ് യേശു പറയുന്നത്. അത് ലൂക്കോസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യും. മർക്കോസ് 4:15 എന്താണ്? കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയും. ഒരു സ്ഥലത്ത് സാത്താൻ എന്ന് ഒരേ കോണ്ടെക്സ്റ്റിൽ പറയുന്നു, അതേ സ്ഥലത്ത് തന്നെ ഇപ്പുറത്ത് പിശാച് എന്നും പറയും. എന്ത് മനസ്സിലായി? സാത്താനും പിശാചും ഒന്നാ. അതിപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പേരിനേക്കാൾ ഉപരി ഇതൊരു പ്രകൃതമാണ് എന്ന് തിരിച്ചറിയണം. അടുത്ത ഭാഗം ഇപ്പം 3 കണ്ടു. ലൂസിഫർ എന്ന് കണ്ടു, സത്താൻ എന്ന് കണ്ടു, പിശാച് എന്ന് കണ്ടു. അടുത്തത് പഴയ പാമ്പ് എന്നൊരു പ്രയോഗമാണ്. പഴയ പാമ്പ് നമ്മൾ നേരത്തെ വായിച്ചത് വെളിപ്പാട് 12-ലാണ്. ഇപ്പോൾ വായിക്കാനായിട്ട് പോകുന്നത് വെളിപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലാണ്. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. വലിയ കോൺട്രവേഴ്സി നിലനിൽക്കുന്ന ഒരു വേദഭാഗമാണ്. അതേക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. പക്ഷെ അത് ഈ പഠനത്തിലല്ല. ദൈവം നമുക്ക് അനുവാദം തരുമ്പോൾ മിക്കവാറും ഈ പഠനത്തിന് ശേഷം നമ്മൾ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഒരു വിശദമായ പഠന പരമ്പര, അത് ഇങ്ങനെ ഒരു 5-6 ക്ലാസ് കൊണ്ട് തീരുന്നതല്ല, നിരന്തരമായ ഒരു വലിയ പഠനം നടത്തുന്നതായിരിക്കും. ഏതായാലും ഇവിടെ ഇപ്പം നമ്മുടെ വിഷയം ഇതാണ്, പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പ്. ഈ പഴയ പാമ്പിനെ എവിടെയായിരിക്കും നമ്മൾ കാണുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിലാണ് പഴയ പാമ്പിനെ നമ്മൾ കാണുന്നത്. ഈ പഴയ പാമ്പ് എന്നുള്ളതൊരു പേരല്ല, അവൻ്റെ പ്രവൃത്തിയാണ്. രൂപമൊന്നും പറയാൻ പറ്റിയില്ല. ഇത് തന്ത്രശാലിയാണ്, ചതിക്കുന്നവനാണ്, നുണയനാണ്, ലോകത്തെ നശിപ്പിച്ചവനാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയും ഇത് പേരായി കാണണ്ട, പകരം പ്രകൃതമായി കാണണം. 5-ാമത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു. വെളിപ്പാട് 9:11. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അഗാധദൂതൻ അവൻ എബ്രായ ഭാഷയിൽ, ആർക്കാണ് ഈ അഗാധദൂതൻ? എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ, അതായത് ഗ്രീക്ക് ഭാഷയിൽ അപ്പല്ലുവോൻ എന്നും പേരായിട്ടാണ് ഇവിടെ മലയാളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം. എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുന്നവൻ എന്നാണ്. അപ്പല്ലുവൻ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഡിസ്ട്രോയർ, നശിപ്പിക്കുന്നവൻ. അതുപോലെ തന്നെ ഈ 2 വാക്കിനും അഗാധത്തിലെ അല്ലെ കുഴിയിലെ, അബീസിലെ
ദൂതൻ എന്നർത്ഥമുണ്ട്. ഇതെങ്ങനെ അബ്ബീസിലെ ദൂതൻ എന്നൊക്കെ ഉള്ളത് വലിയ പഠന വിഷയമാണ്. വെളിപ്പാട് പുസ്തക പഠനത്തിൽ നമുക്ക് പഠിക്കാം. എന്നാൽ ഇത് പറഞ്ഞു വരുന്നൊരു പശ്ചാത്തലം നിങ്ങൾ നോക്കിക്കേ. 9-ാം വാക്യം, ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്, ചിറകിൻ്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിര തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിന് ശക്തി വാലിൽ ആയിരുന്നു. ഒരു യുദ്ധ സമാനമാണ് അല്ലേ? ഞാൻ അവിടെ അതാണ് ഉയർത്തിപ്പിടിക്കുന്നത്. യുദ്ധം തന്നെയാണ് കേട്ടോ. അക്ഷരീകമായി ലോകത്തിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് വെളിപ്പാട് 9 പറഞ്ഞിരിക്കുന്നത്. അതായത് യുദ്ധമൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, നമ്മുടെ വെളിപ്പാട് പഠനത്തിൽ നമുക്കതിനെ വിശദീകരിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇതൊരു യുദ്ധമാണെങ്കിൽ ഈ തകർക്കുന്നവൻ തന്നെ പ്രകടമായ യുദ്ധമല്ലാതെ ആത്മമണ്ഡലത്തിൽ ദൈവമക്കളോട് യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന സത്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവൻ്റെ പേരിവിടെ പറയുന്നത് എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അഥവാ ഗ്രീക്ക് ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നുമാണ്. അടുത്ത 6ാമത്തെ പേരാണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു നാമവിശേഷമാണ്. വെളിപ്പാട് 12-ന്റെ 3, 7, 9 വാക്യങ്ങളാണ്. അതിൽ 3 മാത്രമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജകൊടിയുമായി തീനിറമുള്ളൊരു മഹാസർപ്പം. ഇവിടെ മഹാസർപ്പം എന്നൊരു പ്രയോഗമാണ്. 7 തല. സാത്താൻ്റെ അസാധാരണമായ കഴിവ്, ജ്ഞാനം എന്നിവയാണ് ഇത് കാണിക്കുന്നത്. വെളിപ്പാട് പഠിക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 രാജമുടി എന്ന് പറയുന്നത് അവൻ്റെ ഭരണത്തെ കാണിക്കുന്നു. ഇതെല്ലാം സാത്താൻ്റെ അധികാര കേന്ദ്രങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള വിശദീകരണങ്ങളാണ്. അപ്പം മഹാസർപ്പമെന്നും വിളിച്ചിട്ടുണ്ട്. 7ാമതായിട്ട് ദുഷ്ടൻ എന്ന പ്രയോഗമാണ് പിശാചിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. യോഹന്നാൻ 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. പിശാചിനെയാണ് ദുഷ്ടൻ എന്ന് യേശു ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഇനി 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 18, 19 വാക്യങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇവിടെ ദുഷ്ടൻ എന്ന പ്രയോഗം പല ആവർത്തി കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാളെ ദുഷ്ടനെ തൊടാനാവില്ല, തൊടുന്നില്ല. പക്ഷെ അതെങ്ങനെയാണെന്നറിയാമോ? തന്നെത്താൻ സൂക്ഷിക്കുമ്പോൾ മാത്രമാണ് ദുഷ്ടൻ തൊടാതിരിക്കുന്നത്. അപ്പം നമ്മളെ സൂക്ഷിക്കുക എന്ന ചുമതല നമ്മളിൽ നിക്ഷിപ്തമാണ്. ദൈവം നമ്മൾ സൂക്ഷിക്കപ്പെടാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. ആ സംവിധാനങ്ങളെ ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കുക. ഈ ദുഷ്ടൻ എന്നതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നമ്മളെ നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ശക്തി എന്നതാണ്. അടുത്തത് ബിലയാൾ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി. ഇത് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വേദഭാഗമാണ്. നമുക്കതിനല്ല ഇവിടെ സമീപിക്കുന്നത്. നമ്മളിത് പിശാചിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിശേഷണം എന്ന നിലയിൽ മനസ്സിലാക്കണം. ഇത് ലോർഡ് ഓഫ് ഫോറസ്റ്റ് എന്ന അർത്ഥത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ദുഷ്ടത, മൂല്യമില്ലായ്മ എന്നതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. മൂല്യമില്ലായ്മ.
ഇനി എഹെസ്കേൽ 28-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യവും അതിൻ്റെ 16-ാമത്തെ വാക്യവും. എഹെസ്കേൽ 28:14. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകും. ഇത് പിശാചിൻ്റെ, സാത്താൻ്റെ, ലൂസിഫറിൻ്റെ, ദുഷ്ടൻ്റെ, മഹാസർപ്പത്തിൻ്റെ എല്ലാം ആരംഭത്തെക്കുറിച്ച് പറയുന്നൊരു വേദഭാഗമാണ്. ഇത് നമ്മൾ വിശദമായി പഠിക്കും കേട്ടോ. എങ്ങനെയാണ് ഈ ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ, പിശാച് ആരംഭിച്ചത്, ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു പഠനമാണ്. അതിൽപ്പെട്ടൊരു ഭാഗമാണിത്. ഇവിടെ പറയുന്നു, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകും. അപ്പം കെരൂബ് എന്നൊരു പ്രയോഗം സാത്താനെ കുറിച്ചിട്ടുണ്ട്. 16-ാമത്തെ വാക്യത്തിലുമുണ്ട്, നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമായ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബ്. ഇപ്പം കെരൂബ് എന്നൊരു പ്രയോഗവുമുണ്ട്. 10-ാമത്തെ ഒരു പ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാൻ 12:31. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകും. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ലോകത്തിൻ്റെ പ്രഭു എന്നൊരു പ്രയോഗം സാത്താനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു തെറ്റിദ്ധാരണ ഉളവാക്കും. ഇന്നും അവൻ ലോകത്തിൻ്റെ പ്രഭുവാണ് എന്ന തരത്തിൽ. ഒരർത്ഥത്തിൽ അവൻ ലോകത്തിൻ്റെ പ്രഭു തന്നെയാണ് ഇന്നും. പക്ഷെ അത് ഭൂമിയുടെ ആണ് എന്ന അർത്ഥത്തിൽ കരുതരുത്. 1 യോഹന്നാൻ 5:19 അതേക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഞാൻ സഭയുടെ യോഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് അറിയാവുന്നവരായിരിക്കും എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാവരും. എങ്കിലും ഒരിക്കൽ കൂടെ പറയുകയാണ്, നാം ദൈവത്തിനുള്ളവർ എന്നും നാം അറിയുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ എന്നും നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കും. അപ്പോൾ സർവ്വലോകം എന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഒഴികെയുള്ള അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന നിലയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കപ്പുറം നിൽക്കുന്ന സമൂഹത്തെയാണ് ലോകം, സർവ്വലോകം എന്ന് പറയുന്നത്. അല്ല നമ്മളടങ്ങുന്ന ഭൂമിയെ മുഴുവൻ അടക്കമല്ല. ഇത് വെച്ചിട്ട് സാത്താൻ ഇതിൻ്റെ എല്ലാം അധികാരിയാണെന്നുള്ള ധാരണ വെച്ച് പുലർത്തുന്നവരുണ്ട്. അത് തെറ്റാണ് എന്ന് പറയുകയാണ്. തെറ്റാണ് നമ്മൾ പിന്നീട് തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു വയ്ക്കുകയാണ്. 11-ാമത്തത് എഫേസ്യർ 2:2 അത് നമ്മൾ വായിച്ചിരുന്നു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിന്. അപ്പം ആകാശത്തിലെ അധികാരി, അധിപതിയായവൻ എന്നൊരു പ്രയോഗവും ഇവിടെ കാണുന്നുണ്ട്. ഇതിനെ ഞാൻ ഒരു കോമ ഇട്ടെന്ന് പറയുകയാണ്. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടന്നു. ഇത് ഞാൻ ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ, ഇത് നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുകയാണ്. റൂളർ ഓഫ് ദ കിങ്ഡം ഓഫ് ദ എയർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലും ഗ്രീക്കിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറയും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റൂളർ ഓഫ് ദ കിങ്ഡം ഓഫ് ദി എയർ. ഈ എയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? വായു. വായുമണ്ഡലത്തിലെ രാജ്യം, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി. ഇതാണ് ഇവിടെ പറയുന്നത്. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവൻ എന്നുള്ളതിനെ മലയാളത്തിൽ അതങ്ങോട്ട് ക്ലിയറായിട്ടല്ല പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിലും ഗ്രീക്കിലും ഒക്കെ കൃത്യമായിട്ട് റൂളർ ഓഫ് ദ കിങ്ഡം ഓഫ് ദി എയർ. ഇപ്പം എന്താണ്? അന്തരീക്ഷത്തിൽ, സ്വർഗത്തിൽ ഒരു കിങ്ഡം ഉണ്ടെന്നുള്ള കാര്യം ഈ വാക്യം ഉറപ്പ് തരുന്നു. ആ കിങ്ഡത്തിന്, ആ രാജ്യത്തിന് ഒരു അധികാരി ഉണ്ടെന്നും ഉറപ്പ് നൽകുന്നു. ഇതെന്തിനാണ് ഇത്രയും പറഞ്ഞറിയാം? ഇതിനും കൂടെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ സ്പിരിച്വൽ വാർഫെയർ എന്ന സബ്ജക്റ്റ് ഇരിക്കുന്നത്. 12-ാമത്തത് ലോകത്തിൻ്റെ ദൈവം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സുകളുണ്ടാക്കി. ലോകം എന്നത് ലോകം മുഴുവൻ, യൂണിവേഴ്സിനെ കേന്ദ്രീകരിച്ചിട്ടല്ല, ദൈവമക്കൾക്ക് വെളിയിലുള്ള സമൂഹത്തെ കേന്ദ്രീകരിച്ചാണത് പറയുന്നത് എന്നതും വ്യക്തമാണ്. 13-ാമത്തെ പ്രയോഗം ബെയൽസെബൂൽ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. മത്തായി
12:24. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. അപ്പോൾ ഭൂതങ്ങൾക്കൊരു തലവനുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി. ആ തലവനെ ഇവർ വിളിക്കുന്നത് ബേൽസെബൂൽ എന്നാണ്. ഈ ബേൽസെബൂലിൻ്റെ അർത്ഥം ഗോഡ് ഓഫ് ഫ്ലൈസ് എന്നാണ്. ഇത് 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ബേൽസെബൂബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈച്ചകളുടെ തമ്പുരാൻ എന്നൊരു പ്രയോഗമാണ്. ഗോഡ് ഓഫ് ഫ്ലൈസ്, പറക്കുന്നതിൻ്റെ ദൈവം. എഫേസ്യർ 2 പവേഴ്സ് ഓഫ് എയർ, അല്ലെങ്കിൽ എയറിൽ ഇത് പറക്കുകയാണല്ലോ സ്വാഭാവികമായി. അതിന് വേറെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പിന്നീട് വരുന്നുണ്ട്. ഇത് നമ്മുടെ പ്രധാന ഒരു വിഷയമാണ് പിന്നീട് പഠിക്കാനായിട്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ബേൽസെബൂൽ, ഗോഡ് ഓഫ് ഫ്ലൈസ്. അടുത്തത് 14-ാമത്തെ പരീക്ഷകൻ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. മത്തായി 4:3. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ പരീക്ഷകൻ എന്ന് പിശാചിന് വിളിപ്പേരുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? അവൻ ദൈവജനത്തെ പരീക്ഷിക്കുന്നവനാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുന്നവനെന്നാണ്. ടെസ്റ്റ് നടത്തുന്നവനല്ല. അവൻ നമ്മളെ ടെസ്റ്റ് നടത്താൻ സാത്താൻ ആരാ? നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിലാണ്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 3:5. ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിനാൽ അയച്ചു. ഇവിടെ എന്താ പറയുന്നത് പൗലോസ്? പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു, പ്രലോഭകൻ നിങ്ങളെ പ്രലോഭിപ്പിച്ചു. ആശങ്കയാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം നേടിയ ആത്മാക്കളോ ശുശ്രൂഷിക്കുന്ന ജനങ്ങളോ ഈ പരീക്ഷകനാൽ പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ശരിക്കും പരീക്ഷകൻ എന്ന പ്രയോഗത്തെക്കാൾ കുറച്ചും കൂടെ നല്ലത് പ്രലോഭകൻ എന്ന് പറയുന്നത്, ടെംപ്റ്റർ. ആലോചിച്ചോളൂ, നമ്മൾ പല ആളുകളെയും അവർ പാപം ചെയ്യുന്നതിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. തെറ്റവരുടേതാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെയാണ്. തെറ്റവരുടേതല്ല എങ്കിൽ ആരെ ശിക്ഷിച്ചാൽ മതി? പിശാചിനെ ശിക്ഷിച്ചാൽ മതിയല്ലോ. പക്ഷേ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു പ്രലോഭകനുണ്ട് എന്നതും കൂടെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇങ്ങനെ 14 വിശേഷണങ്ങൾ, നാമവും നാമവിശേഷണങ്ങളുമാണ് സാത്താനെക്കുറിച്ച്, ലൂസിഫറിനെ കുറിച്ച്, പിശാചിനെ കുറിച്ച് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ കണ്ടത്. ഇതിലൂടെയെല്ലാം സാത്താൻ എത്രത്തോളം വ്യാപൃതനായി പ്രവർത്തിക്കുന്നുണ്ട്, എത്രത്തോളം തന്ത്രപരമായി ദൈവജനത്തിനെതിരെ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നത് മനസ്സിലാക്കാം. ഇതിനെല്ലാം സംക്ഷിപ്തമാക്കി പറയുകയാണ്. ഈ സാത്താനാണ് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുടെ തലവൻ. എയറിലെ, ആകാശത്തിലെ രാജ്യത്തിൻ്റെ അധിപതി. നിങ്ങൾ മറക്കരുത്, ആകാശത്തിൽ, എയറിൽ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിനൊരു അധിപതിയുണ്ട്. അത് ചേർത്തിട്ടാണ് പൗലോസ് പറഞ്ഞത്. എന്താണെന്നറിയാമോ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ്. ആ സേനയുടെ അധിപനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അവൻ്റെ വിശദാംശങ്ങളാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഈ ലൂസിഫർ എന്ന് വിളിക്കപ്പെടുന്ന, സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ കെരൂബ് എങ്ങനെയാണ് സാത്താനായി മാറിയത്? ദൈവം അവനെ ഒരു സാത്താനാക്കി സൃഷ്ടിച്ചു. ഇനി അവൻ എങ്ങനെയായിരുന്നു, അവൻ എങ്ങനെ അങ്ങനെയായി എന്ന വിശദാംശങ്ങൾ പഠിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അതേ തുടർന്ന് നമ്മുടെ ആ ഭാഗം അവസാനിപ്പിച്ചിട്ട്, അപ്പം നമ്മൾ 3 ലോകങ്ങളും കണ്ടു. ഭൂമി, ഭൂലോകരുടെ നമ്മൾ പഠിക്കേണ്ട, കാരണം നമ്മളെല്ലാം ഭൂലോകർ തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ അധോലോകരെയും കണ്ടു,
സ്വർലോകരെയും കണ്ടു. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയാം, പക്ഷേ നമ്മുടെ പഠനത്തിന് ഇത് മതി. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സ്വർഗത്തിലെ ഒരു രാജ്യം, സ്വർഗത്തിലെന്ന് ഉദ്ദേശിക്കുന്നത് ദുഷ്ടൻ ആയിട്ടുള്ള അധിപതി ഇരിക്കുന്ന രാജ്യവും ദൈവമക്കൾ ഉൾപ്പെടുന്ന രാജ്യവും തമ്മിലുള്ള യുദ്ധം, ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ ഈ പിശാചിൻ്റെ സാത്താൻ്റെ ആരംഭത്തെക്കുറിച്ച് വളരെ കൃത്യമായി നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇതുവരെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.